ഓഗസ്റ്റ് ആദ്യവാരമായിരുന്നു റഷ്യയെ മാത്രമല്ല അമേരിക്കയും സഖ്യരാജ്യങ്ങളെ വരെ അമ്പരപ്പിച്ചുകൊണ്ട് റഷ്യയ്ക്കുള്ളിൽ യുക്രൈൻ സൈന്യം നുഴഞ്ഞുകയറിയത്. അത് വെറുമൊരു നുഴഞ്ഞുകയറ്റമായിരുന്നില്ല. ആദ്യ രണ്ടാഴ്ചയ്ക്കുള്ളിൽ 600-700 ചതുരശ്ര കിലോമീറ്റർ റഷ്യൻ ഭൂപ്രദേശം യുക്രൈൻ സൈന്യത്തിൻ്റെ നിയന്ത്രണത്തിലായി. 3 പാലങ്ങൾ തകർത്ത് റഷ്യൻ വിതരണ ശൃംഖലയൊക്കെ തകർത്തതോടെ ഈ മേഖലയിൽ റഷ്യ തീർത്തും പ്രതിരോധത്തിലാകുകയായിരുന്നു. യുക്രൈനുള്ളിൽ മാത്രമേ ഉപയോഗിക്കാവൂ എന്ന നിബന്ധനയോടുകൂടി നൽകിയ അമേരിക്കൻ നിർമ്മിത ആയുധങ്ങൾ യുക്രൈൻ ഉപയോഗിച്ചു എന്ന് റഷ്യ ആരോപിച്ചതോടെ അമേരിക്കയുടെ ആയുധ നയത്തിന് തന്നെ ഒരു വെല്ലുവിളിയായി മാറി യുക്രൈൻ്റെ ഈ വ്യോമാക്രമണങ്ങൾ. ഇവിടം കൊണ്ടൊന്നും നിർത്തുവാൻ യുക്രൈൻ ഉദ്ദേശിക്കുന്നില്ല എന്ന വാർത്തകളാണ് ഇപ്പോൾ അമേരിക്കയിൽ നിന്ന് വരുന്നത്. റഷ്യയ്ക്കുള്ളിൽ കൂടുതൽ ആക്രമണം നടത്തുവാൻ അനുവാദം ലഭിക്കുവാൻ വലിയ സമ്മർദ്ദമാണ് യുക്രൈൻ പ്രസിഡന്റ് വ്ളാദിമിർ സെലൻസ്കി ജോ ബൈഡന്റെ മേൽ ഓരോ ദിവസവും ചെലുത്തിക്കൊണ്ടിരിക്കുന്നത്. അതിർത്തി പ്രദേശങ്ങളിലെ റഷ്യൻ സൈനിക കേന്ദ്രങ്ങളാണ് സെലൻസ്കി ഇപ്പോൾ ലക്ഷ്യം വയ്ക്കുന്നത്. അമേരിക്കയുടെ മേൽ കൂടുതൽ സമ്മർദ്ദം ചെലുത്തുവാനായി ഒരു സംഘത്തെ തന്നെ വാഷിംഗ്ടണിലേക്ക് സെലൻസ്കി ഇപ്പോൾ അയച്ചിരിക്കുകയാണ്. ഈ സംഘത്തിന് നേതൃത്വം നൽകുന്നത് യുക്രൈനിയൻ ഡിഫൻസ് മിനിസ്റ്റർ റസ്റ്റം ഉമേറോവ് ആണ്. ഇന്നലെയും ഇന്നുമായി നിരവധി ഉന്നത ഉദ്യോഗസ്ഥരെ കണ്ട് ചർച്ചകൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഈ സംഘം. യുദ്ധം ആരംഭിച്ചതിന് ശേഷം ഇതിനോടകം $50 ബില്യൺ സൈനിക സാമ്പത്തിക സഹായമാണ് അമേരിക്ക യുക്രൈന് നൽകിയത്. ഏറ്റവും ഒടുവിൽ ഖർക്കിവിൽ റഷ്യ നടത്തിയ ആക്രമണത്തിൽ 6 പേർ കൊല്ലപ്പെടുകയും 100ഓളം പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിരുന്നു. ഈ ആക്രമണങ്ങളൊക്കെ തടയണമെങ്കിൽ റഷ്യൻ സൈനിക കേന്ദ്രങ്ങളും വിതരണ ശൃംഖലകളും ഒക്കെ തകർക്കണമെന്നാണ് സെലൻസ്കി പറയുന്നത്. ഇതിനുള്ള അനുമതിക്കായി എല്ലാ ദിവസവും അമേരിക്കയും സഖ്യകക്ഷികളുമായി ചർച്ച നടത്തുന്നുവെന്ന് സെലൻസ്കി ഇന്നലെ വ്യക്തമാക്കുകയുമുണ്ടായി. യുക്രൈൻ്റെ ആകാശത്തു നിന്ന് റഷ്യൻ നിയന്ത്രിത ബോംബുകൾ ഇല്ലാതായാൽ മാത്രമേ ചർച്ചകൾക്കായി റഷ്യ തയ്യാറാകൂ. സമാധാനം പുനഃസ്ഥാപിക്കുവാൻ ഇതല്ലാതെ മറ്റു മാർഗമൊന്നും ഇല്ലെന്നാണ് സെലൻസ്കി പറയുന്നത്. ദീർഘദൂര മിസൈലുകളും ബോംബുകളുമൊക്കെ ഉപയോഗിക്കാനുള്ള അഭ്യർത്ഥനയുമായിട്ടാണ് സെലൻസ്കി പ്രധാനമായും അമേരിക്ക, ബ്രിട്ടൻ, ജർമ്മൻ, ഫ്രാൻസ് എന്നീ രാജ്യങ്ങളെയൊക്കെ സമീപിക്കുന്നത്. എന്നാൽ ഇത്തരമൊരു ആവശ്യം യുദ്ധത്തിൻ്റെ രൂപവും ഭാവവും തന്നെ മാറ്റുമെന്ന് ഏറ്റവും നന്നായി അറിയാവുന്നത് അമേരിക്കയ്ക്കാണ്. അതുകൊണ്ട് തന്നെ ഈ വിഷയത്തിൽ അമേരിക്കയുടെ പ്രതികരണം വളരെ കരുതലോടു കൂടിയായിരിക്കും. അമേരിക്കയിൽ നിന്ന് മധു കൊട്ടാരക്കര, 24.